മലയാള സിനിമയിൽ എന്നല്ല ഏത് ഭാഷയിലെ സിനിമ എടുത്താലും തുടർച്ചയായി നമ്മൾ കണ്ടുവരുന്ന പ്രമേയങ്ങളിൽ ഒന്നാണ് നടക്കാൻ പോകുന്ന ഒരു വിവാഹവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ പ്രശ്നങ്ങളും. ഇത് തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമയുടെ മെയിൻ പ്ലോട്ടും. ട്രെയിലർ, ടീസർ, പാട്ട് ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ രസകരമായ ഒരു പാക്കേജിലാക്കി നൽകിയിരിക്കുകയാണ് ഈ സിനിമയുടെ അണിയറക്കാർ. 80കളുടെ അവസാനം 90കളുടെ തുടക്കം ഈ സമയത്തൊക്കെ മലയാളത്തിൽ ഇറങ്ങി വിജയിച്ച കുറേ കോമഡി സിനിമകളിലെ, പ്രത്യേകിച്ച് പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ ഇവരുടെയൊക്കെ സിനിമകൾ, ഇതിന്റെ ഒരു പാറ്റേൺ ആണ് സംവിധായകൻ വിപിൻ ദാസ് ഈ സിനിമയിൽ ശ്രമിച്ചിരിക്കുന്നത്. കൂടെ നമുക്ക് സിനിമാ പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത പല സിനിമാ രംഗങ്ങളുടെയും സ്പൂഫും മറ്റ് പോപ്പ് കൾച്ചറൽ റെഫറൻസുകളൊക്കെ യഥേഷ്ടം വാരി വിതറിയിട്ടുണ്ട്. അളിയന്മാരാകാൻ പോകുന്ന ആനന്ദനും വിനുവും തമ്മിലുള്ള ഒരു പൊട്ടിക്ക് എക്സ്ട്രീം എന്ന് തോന്നിപ്പിക്കാവുന്ന ആത്മബന്ധം, അതിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന ചില സംഭവങ്ങൾ, അതിന്റെ കുരുക്ക് മുറുകുന്നത്, അഴിയുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട് കേട്ടോ. ആശങ്കകളും സംശയങ്ങളും എടുത്തുചാട്ടവും ഒക്കെ നിറഞ്ഞ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരനായ വിനു രാമചന്ദ്രൻ എന്ന കഥാപാത്രം. ഇത് ബേസിലിന്റെ കംഫർട്ട് സോണിലുള്ള ഒരു കഥാപാത്രമാണ്. അത് ബേസിൽ ഈസിയായി, എഫേർട്ട്ലെസ് ആയി, വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ പൃഥ്വിരാജ് ഒരു ഇത്തിരി ഓവറാവുന്നുണ്ടോ, ഒരു പൊടിക്ക് കൂടുതലാണോ എന്നൊക്കെ ഒരു സംശയം നമുക്ക് തോന്നാം. സർപ്രൈസിംഗ്ലി ഈ സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയാവുന്ന ഗംഭീര പെർഫോമൻസ് ആണ് പൃഥ്വിരാജ് നൽകിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത് തൻ്റെതടക്കമുള്ള സിനിമകളുടെ സ്പൂഫൊക്കെ, ആ മൊമെന്റ്സ് ഒക്കെ പൃഥ്വി ചെയ്തിരിക്കുന്നത് തിയേറ്ററിനെ ഇളക്കി മറിച്ച് ചിരിപ്പിച്ചുകൊണ്ടാണ്. പൃഥ്വിരാജിന്റെ ജനപ്രിയ സിനിമകളിലെ, ജനപ്രിയ കഥാപാത്രങ്ങളിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ഗുരുവായൂർ അമ്പല നടയിലെ ആനന്ദൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. സിനിമയുടെ ടേണിംഗ് പോയിന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് നിഖില വിമലാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അഴകിയ ലൈല എന്ന ടാഗിന് കുറച്ചുനാൾ നിഖിലയുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുപോലെ കല്യാണപ്പെണ്ണിന്റെ പരിഭവങ്ങളും ആകുലതകളും ഒക്കെയുള്ള ഒരു കഥാപാത്രമായിരുന്നു അനശ്വര രാജന്റേത്. അത് അനശ്വര വളരെ നന്നായി ചെയ്ത് ഫലിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ ഇവരെ കൂടാതെ ഒരു വൻ താരനിര ഇതിനകത്തുണ്ട് കേട്ടോ ഈ സിനിമയിൽ. അതിൽ പ്രത്യേകം പറയേണ്ടത് ഡോക്ടർ ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോമോൻ ജ്യോതിറാണ്. മച്ചാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. സിജു സണ്ണി, സാഫ് പോയി, അശ്വിൻ വിജയ്, കുടശനാട് കനകം ഇവരൊക്കെ സിനിമയുടെ രസക്കൂട്ടിൽ ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ പറയാനുള്ളത് തമിഴ്നാടൻ യോഗി ബാബുവിന്റെ ഭാഗം അത് അധികം ഡെവലപ്പ് ചെയ്യാത്ത പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ സിനിമയിൽ ഒരു അധികപ്പറ്റ് പോലെ ചിലപ്പോൾ നമുക്ക് അനുഭവപ്പെടാം. നീരജ് രവിയുടെ സിനിമാറ്റോഗ്രഫി അതിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ട കളർഫുൾ റിച്ച് വിഷ്വൽസ് ഒക്കെ സമ്മാനിച്ചപ്പോൾ ജോൺ കുട്ടിയുടെ എഡിറ്റിംഗ് സിനിമയ്ക്ക് വേണ്ട ഒരു സ്റ്റഡി പേസ് നൽകുന്നതിൽ ഏറെ സഹായിച്ചു. പോപ്പുലർ സോങ്സ് ഉൾപ്പെടെയുള്ള സിനിമയുടെ മ്യൂസിക് ട്രാക്ക് അത് പല അവസരങ്ങളിലും സിനിമയിലെ ഹ്യൂമർ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അങ്കിത് മേനോനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇനി എടുത്തു പറയേണ്ട ഒരു പേര് ആർട്ട് ഡയറക്ടർ സുനിൽ കുമാറിൻ്റെതാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് ഏതാ, റിയൽ ലൊക്കേഷൻ ഏതാ, ഇതാർക്കും ഗണിക്കാൻ കഴിയാത്ത തരത്തിലേ അദ്ദേഹവും ആ ടീമും അത്രയ്ക്കൊരു മികവ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരു സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ നമ്മൾ ആ ഒരു മതിഭ്രമത്തിൽ അകപ്പെടും, അമ്പലം ഏതാണ്, ലൊക്കേഷൻ ഏതാണ് എന്നുള്ളത്. ഈ ജെറ്റ് വേഗത്തിൽ പോകുന്ന ആദ്യ പകുതിക്ക് ശേഷം സിനിമയുടെ പേസ് ഒന്ന് കുറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹം മുടക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്ലാനുകൾ നടക്കുന്ന ചില സീനുകളൊക്കെ അവിടെ ചെറിയൊരു ആവർത്തന വിരസത തോന്നുന്നുമുണ്ട്. അതുപോലെ ക്ലൈമാക്സ് രംഗത്ത് ഉദ്ദേശിച്ചത്ര ഹ്യൂമർ വർക്കായോ എന്ന കാര്യത്തിലൊരു സംശയവുമുണ്ട്. പക്ഷേ അവസാനത്തെ ആ നന്ദനം റെഫറൻസ് അതൊരു ഹൈ പോയിന്റിൽ എത്തിച്ച സിനിമ അവസാനിപ്പിക്കാൻ നല്ലൊരു പങ്ക് വഹിച്ചു. തിരക്കഥ എഴുതിയ ദീപു പ്രദീപിന്റെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള കാരിക്കേച്ചർ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, സിറ്റുവേഷനുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന നർമ്മം, ഇതൊക്കെ ഈ സിനിമയിലും വർക്കാവുന്നുണ്ട്. മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് അതിനെ കഴിയുന്നത്ര പൊലിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ വിപിൻ ദാസ്. അങ്ങനെ നോക്കുമ്പോഴേ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ എന്ന നിലയ്ക്ക് തികച്ചും പൈസ വസൂൽ മൂവിയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. നമുക്ക് കുട്ടികളോടൊപ്പം കുടുംബത്തോടൊപ്പം ആസ്വദിക്കാം ഈ താലി മീൽസ്.